ഫാറ്റ് ലിവറും കുറയും, ഷുഗറും കുറയും, ബ്ലോക്കുകൾ കുറയും, അതേപോലെ BP കുറയും, നീർക്കെട്ടുകൾ കുറയും. പല ബെനിഫിറ്റ് ഈ ഫാസ്റ്റിങ്ങിലൂടെ കിട്ടും. ഈ നോമ്പ് എന്ന് പറയുന്നത് ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് പല റിലീജിയനിലും പല രീതിയിലാണ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ റംസാൻ ഫാസ്റ്റിംഗ് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് അത് ഏറ്റവും കൂടുതൽ ഈ റംസാൻ മാസത്തിലാണ് ശരീരം ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഫാസ്റ്റിങ്ങിൽ നിന്നു. ഫാസ്റ്റിംഗ് നിൽക്കുമ്പോൾ ബോഡിക്ക് കുറച്ച് നേരത്തേക്ക് ഫുഡ് കിട്ടാതാകുമ്പോൾ ബോഡി എന്ത് ചെയ്യുന്നു? ശരീരത്തിലെ ഫാറ്റിനെ കൺവേർട്ട് ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് ഉപയോഗിക്കാൻ തുടങ്ങും. കുറച്ചുകൂടെ കിട്ടാതാകുമ്പം പിന്നെ ഫാറ്റ് എടുക്കത്തില്ല. പിന്നെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ബോഡിയെ റിപ്പയർ ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞേച്ച് നമ്മൾ ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്തേച്ച് ഫുഡ് കഴിക്കുന്നൊരു സമയം വരും. ആ സമയത്ത് നമ്മൾ ആദ്യം വെള്ളം കുടിച്ച് തുടങ്ങുവാണെങ്കിൽ ഓക്കെ. അത് ഉടനെ പോയിട്ട് നമ്മൾ ജ്യൂസ് കുടിക്കുക, പുളിയുള്ള ജ്യൂസുകൾ കുടിച്ചു കഴിഞ്ഞാൽ ഒന്നാമതേ അസിഡിറ്റി ഉള്ള പ്രശ്നങ്ങൾ കാണും. അതിൻ്റെ കൂടെ ഇതുകൂടെ വരുന്നത് പ്രശ്നം കൂടത്തേ ഉള്ളൂ. അത് കഴിഞ്ഞേച്ച് കോമൺ ആയിട്ട് വരുന്നത് ഈ സമോസ അങ്ങനത്തെ ഫ്രൈഡ് ഐറ്റംസ് ആണ്. അത് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുക. അതായത് അത്രയും നേരം ക്ലീനും റിപ്പയറും ചെയ്ത ഒരു ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് ഐറ്റംസ് ആണ്. അപ്പം നമ്മൾ ആദ്യം വെള്ളം കുടിച്ച് പിന്നെ കുറച്ച് ചെറിയ ഇതുള്ള ഡ്രൈ ഫ്രൂട്ട്സോ കാര്യങ്ങളൊക്കെ കഴിച്ചേച്ച് പിന്നെ കുറച്ച് ഗ്യാപ്പ് വെച്ചേച്ച് അത് കഴിഞ്ഞേച്ച് നമ്മൾ നോർമൽ ഫുഡിന്റെ രീതികൾ, ഫ്രൂട്ട്സ് നമ്മളെ തണ്ണിമത്തൻ രീതിയിലുള്ള, അതായത് അധികം പുളി ഇല്ലാത്ത ടൈപ്പ് ഫ്രൂട്ട്സ് ആയിരിക്കും കുറച്ചുകൂടെ